ലോകമെമ്പാടുമുള്ള മലയാളം മിഷൻ സഹപ്രവർത്തകർക്ക്, മലയാളി സഹോദരി സഹോദരങ്ങൾക്ക്, മലയാളം മിഷൻ ഗുജറാത്ത് ചാപ്റ്റർ കുടുംബത്തിൻ്റെ സ്നേഹാദരം. മലയാളം മിഷനും കേരള സർക്കാർ സാംസ്കാരിക വകുപ്പിനും അഗൈതവുമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് തുടരട്ടെ. കേരള കലാ, സാഹിത്യ, സാംസ്കാരിക, സാമൂഹിക, സാഹിത്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രഗത്ഭരെ കാണാൻ, കേൾക്കാൻ, ഇടപഴകാൻ പ്രവാസി മലയാളികൾക്ക് അവസരം ലഭിച്ചിരുന്നത് വർഷങ്ങൾ കൂടുമ്പോഴായിരുന്നു. അത്തരത്തിൽ അവർ പൊതുസമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു വന്നിരുന്നു. നവമാധ്യമങ്ങൾ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും ഈ വലിയ സംരംഭം 30 ദിവസം 30 വൈവിധ്യമാർന്ന സംഭാഷണങ്ങൾ പ്രവാസി മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു വിരുന്നൂട്ട് തന്നെയായിരുന്നു. വളരെയധികം നന്ദിയുണ്ട്. ഇത്തരം സംരംഭങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്ന ഈ സുവർണാവസരം ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ സംഭാഷണത്തിന് ഒരു ആമുഖം നൽകുക എന്നതാണ്. ലോകത്തിൻ്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ എത്തിപ്പിടിക്കാനാവാത്ത വിവിധ മേഖലകളിൽ കൈപ്പിടിച്ചുകൊണ്ട് കൂട്ടിക്കൊണ്ടുപോയി ഉത്സാഹഭരിതനായി വിശേഷങ്ങൾ കാണിച്ചു തരുന്ന, പറഞ്ഞു തരുന്ന ആ സഞ്ചാരിയുടെ ഒരു ആരാധകനാണ് ഞാനും. അദ്ദേഹത്തിൻ്റെ മലയാള ഭാഷയിൽ താളമുണ്ട്, ഈണമുണ്ട്, സാഹിത്യമുണ്ട്. ആ സഞ്ചാരിയുടെ ഡയറിക്കുറിപ്പുകളിൽ മാറ്റത്തിലുള്ള ആഹ്വാനമുണ്ട്. സ്നേഹാർദ്രമായ ശാസനകളുണ്ട്, പരിഭവങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ സഫാരി ടിവിയിൽ വിവിധ പരിപാടികൾ മലയാള ഭാഷയുടെ വിശുദ്ധിയിലും ശുദ്ധിയിലും വേറിട്ട് നിൽക്കുന്നു. അങ്ങനെ പുതുതലമുറയ്ക്കും പൊതുസമൂഹത്തിനും മലയാള ഭാഷയുടെ സൗന്ദര്യം കാണിച്ചു കൊടുക്കുന്നു. ശ്രീ സന്തോഷ് ജോർജിനെ കൂടുതൽ അടുത്തറിയുന്നത്, വായിച്ചറിയുന്നത് ഈ അടുത്തിടെയാണ്. ഞാനെന്നും കുട്ടിഘോഷിക്കുന്ന, ഇത്തിരി അഹങ്കാരത്തോടെ പറയുന്ന ഒരു മലയാളി സിനിമ ഞാൻ അദ്ദേഹത്തിൽ ദർശിക്കുന്നുണ്ട് എന്ന് പറയട്ടെ. അദ്ദേഹം സാഹസികനാണ്, ഒരു സംരംഭകനാണ്, പുതിയ പാതകൾ വെട്ടിത്തെളിക്കുന്ന ആളാണ്, എഴുത്തുകാരനാണ്, പ്രസാധകനാണ്. കേരളത്തിൻ്റെ തനതായ, കേരള ജനതയുടെ തനതായ ആ ഒരു റെക്കോർഡുണ്ട്. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം നമ്മളത് ഓരോ വർഷവും ഒരുപക്ഷെ കാണുന്നുണ്ട്. എല്ലാം ആദ്യം എന്ന് വിളിച്ചു പറയുന്ന ഉത്കൃഷ്ടമായ നേട്ടങ്ങൾ, അതിൽ ഇദ്ദേഹത്തിൻ്റെയും സംഭാവനകളുണ്ട്. ഞാൻ അധികം നീട്ടുന്നില്ല. അദ്ദേഹത്തിൻ്റെ സംഭാഷണം കേൾക്കാൻ നിങ്ങളേവരെയും ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം അരുളുകയാണ്. നന്ദി, നമസ്കാരം. സാധാരണഗതിയിൽ സാങ്കേതിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഇത്തരമൊരു പരിപാടിയിലോ ഇത്തരമൊരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായോ ഒന്ന് ഒരു പ്രഭാഷണം നടത്തുക എന്നത് പൊതുവെ അത്ര പരിചിതമല്ല. എനിക്കതിന് പ്രാപ്തി ഉണ്ടാവാൻ കാരണം 2 കാര്യങ്ങളാണ്. ഒന്ന്, മലയാളം എന്ന നമ്മുടെ മാതൃഭാഷ, അതിൽ വിദ്യാർത്ഥിയായിരുന്ന കാലം മുതലേ എനിക്ക് താല്പര്യമുണ്ടാവുകയും അതിൽ പ്രവർത്തിക്കുകയും മാധ്യമ പ്രവർത്തനം ഒരു തൊഴിലായി സ്വീകരിക്കുന്നതിന് വേണ്ടി ലിറ്ററേച്ചർ ഒരു വിഷയമായി പഠിക്കുകയും ചെയ്ത് ഞാൻ ഈ മേഖലയിലേക്ക് വന്നു എന്നത്. 2, ഇതിനൊക്കെ അടിസ്ഥാനം പാകാൻ എൻ്റെ അമ്മ ഒരു മലയാള അധ്യാപികയായിരുന്നു. ബാല്യകാലം മുതൽ വളരെ ചിട്ടയോടുകൂടി, വളരെ കാർക്കശ്യത്തോടുകൂടി
അധ്യാപകർ, മാതാപിതാക്കളായ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ കടന്നു പോയിട്ടുണ്ടാവാനിടയുള്ള വളരെ അച്ചടക്കവും കാർക്കശ്യവും നിറഞ്ഞ ഒരു ബാല്യകാലത്തിലൂടെ കടന്നു പോകുന്നു എന്നതുകൊണ്ട് മലയാള ഭാഷയെ വൃത്തിയായില്ലെങ്കിൽ, വർത്തമാനം പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, വീട്ടിലോ അല്ലെങ്കിൽ വായിക്കുന്ന ഒരു ഗ്രന്ഥത്തിൽ നിന്നോ നമ്മൾ പറയുന്ന ഒരു പ്രഭാഷണത്തിലോ സംഭാഷണത്തിലോ ഭംഗിയുള്ള മലയാള ഭാഷ പറഞ്ഞില്ലെങ്കിൽ തല്ലുകൾ കൊള്ളുന്ന ഒരു കുടുംബത്തിലായിരുന്നു ഞാൻ വളർന്നത് എന്നതാണ് സത്യത്തിൽ ഇന്ന് ഈ യാത്രകൾക്കൊപ്പം അതിൻ്റെ കഥകൾ, അനുഭവങ്ങൾ മലയാളിക്ക് ആക്ഷേപമുണ്ടാകാത്ത ഭാഷയിൽ പറഞ്ഞു കൊടുക്കാൻ എന്നെ പ്രാപ്തനാക്കിയത്. അപ്പോൾ തീർച്ചയായും അതിന് എൻ്റെ അധ്വാനത്തെക്കാൾ ഞാൻ കടപ്പെട്ടിരിക്കുന്ന മറ്റു ചില കാര്യങ്ങൾ കൊണ്ടാണ് എന്ന് മാത്രമാണ് ഞാൻ ഇതുകൊണ്ട് പറയാൻ ഉദ്ദേശിച്ചത്. മലയാള ഭാഷ 3.5 കോടി ജനങ്ങൾ സംസാരിക്കുന്ന ലോകത്തിലെ പ്രമുഖമായൊരു ഭാഷയാണ് എന്ന് പല മലയാളികൾക്കും അറിയില്ല. പല മലയാളികൾക്കും അവരുടെ ധാരണ ലോകത്തിലെ മറ്റ് പല സംസ്കാരങ്ങളുടെയും ഭാഷകൾ നമ്മുടേതിനേക്കാൾ ലോകം മുഴുവൻ പ്രചാരം നേടിയ ഭാഷകളാണെന്നാണ്. ഫ്രഞ്ച് തീർച്ചയായിട്ടും ലോകത്തിന്റെ പല പ്രദേശങ്ങളിൽ സംസാരിക്കുന്നുണ്ട്. ഇറ്റാലിയൻ, സ്പാനിഷ് തുടങ്ങിയ പല ഭാഷകളും ലോകത്തിന്റെ പല കോളനികളിൽ വഴി പ്രചരിച്ചിട്ടുണ്ട് അവരുടെ രാജ്യത്തിന് പുറത്ത്. എന്നാൽ ഒരു കോളനി ഇല്ലാതെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും പ്രചരിച്ച ഒരു ഭാഷയാണ് മലയാളം. മലയാളം സംസാരിക്കാത്ത ഏതെങ്കിലും ഒരു രാജ്യം ഈ നിമിഷം ലോകത്തുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. മലയാളത്തിൽ ഒന്ന് ഉറക്കെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ആരെങ്കിലും ഒരാൾ തിരിഞ്ഞു നോക്കാത്ത ഒരു അന്താരാഷ്ട്ര വിമാനത്താവളവും ലോകത്തെവിടെയെങ്കിലും ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം എൻ്റെ അനുഭവത്തിൽ നിന്ന് അന്റാർട്ടിക്കയിലേക്ക് ചിലിയുടെ പ്യൂണ്ട അറീനാസ് എന്ന ഒരു തെക്കേ അറ്റത്തെ, ലാറ്റിൻ അമേരിക്കയുടെ തെക്കേ അറ്റത്തെ ഒരു പട്ടണത്തിൽ നിന്ന് യാത്ര പുറപ്പെടുമ്പോൾ അവിടെ വെച്ച് ഞാനൊരു മലയാളി കച്ചവടക്കാരനെ പരിചയപ്പെട്ടപ്പോൾ എനിക്ക് തോന്നി, കാരണം അവിടെയൊക്കെ ഒരു ഇന്ത്യക്കാരൻ എത്തിയിട്ടുണ്ടാവോ എന്ന് ആശങ്കപ്പെട്ടുകൊണ്ടും അവിടെ എത്തിയ ആദ്യത്തെ ഒരു ഇന്ത്യക്കാരൻ ഞാനായിരിക്കുമെന്ന് അല്പമൊക്കെ അഹങ്കരിച്ചുകൊണ്ടുമാണ് ഞാൻ എയർപോർട്ടിൽ ചെന്ന് നിൽക്കുന്നത്. അപ്പോഴാണ് അവിടെ കച്ചവടക്കാരനായി നിൽക്കുന്ന ഒരു മലയാളിയെ പരിചയപ്പെടുന്നത്. അപ്പൊ അന്ന് എനിക്ക് മനസ്സിലായി, ലോകത്തിലെ ഏത് എയർപോർട്ടിൽ ചെന്ന് മലയാളത്തിലൊരു വാക്ക് വിളിച്ചു പറഞ്ഞാലും അതിന് ഉത്തരം പറയാൻ അല്ലെങ്കിൽ ഒന്ന് തിരിഞ്ഞു നോക്കാനെങ്കിലും ഒരു മലയാളി ഉണ്ടാവും എന്ന്. ഗ്രീക്ക്, യവന സംസ്കാരം നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഒരു സംസ്കാരമാണ്. ലോകത്തിന്റെ, പാശ്ചാത്യ ലോകത്തിന്റെ അടിസ്ഥാനമിട്ടത് ഈ യവനന്മാരാണ്. നമ്മൾ ഇന്ന് അറിയുന്ന പാശ്ചാത്യ സംസ്കാരം രൂപപ്പെടുത്തിയത് ഈ യവനന്മാരാണ്, ഗ്രീക്ക് സംസ്കാരമാണ്. ഗ്രീസ് അല്ലെങ്കിൽ ഗ്രീക്ക് സംസ്കാരത്തിന്റെ അതിന്റെ ഫിലോസഫിയെക്കുറിച്ച്, അവര് വികസിപ്പിച്ചെടുത്ത മുന്നേറ്റങ്ങളെക്കുറിച്ച്, ആധുനിക മനുഷ്യന്റെ തത്വശാസ്ത്രങ്ങൾ വളർത്തിയെടുത്തതിനെ കുറിച്ചൊക്കെ നമുക്ക് അറിയാം. ഈ ഗ്രീസില് ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്ന എത്ര ആളുകളുണ്ട് എന്ന് പലപ്പോഴും നമുക്കറിയാറില്ല. 1 കോടിയിൽ താഴെ ആളുകൾ മാത്രമേ ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്നുള്ളൂ. ലോകത്തിന്റെ ഗതി നിയന്ത്രിച്ച, ലോകത്തിന് പുതിയ ചിന്തയും ചിട്ടയും നൽകിയ ഗ്രീക്ക് ഭാഷ 1 കോടിയിൽ താഴെ ആളുകൾ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. 1 കോടിയിൽ താഴെ ജനങ്ങളെ ഉള്ളൂ ഗ്രീസുകാരായി. അവിടെയാണ് 3.5 കോടി മലയാളികൾ ഈ ലോകത്തുള്ളത്. നമ്മൾ കൊച്ചു കേരളം എന്നൊക്കെ പറഞ്ഞ് ഈ കൊച്ചു ഭാഷയെ വളരെ കൊച്ചാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ 3.5 കോടി ആളുകൾ എന്ന് പറയുന്നത് ഗ്രീസിന്റെ 3.5 ഇരട്ടിയാണ് എന്ന് നമ്മൾ ചിന്തിക്കുക. ഇതുപോലെ നമ്മളൊരു ലിസ്റ്റ് എടുത്താൽ ലോകത്തെ നയിച്ച, ലോകത്തെ ഭരിച്ച ഈ ഗ്രീക്ക് ഭാഷയിൽ നിന്നാണല്ലോ അലക്സാണ്ടർ ദ ഗ്രേറ്റ് പോലും ലോകത്തെ മുഴുവൻ കീഴടക്കി വിറപ്പിച്ചുകൊണ്ട് നമ്മളുടെ അതിർത്തി വരെ എത്തിച്ചേർന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ, ലോകത്തെ അടുത്തറിഞ്ഞ് പഠിക്കുമ്പോൾ, വലിയ പല ഭാഷകളെന്ന് നമ്മൾ കരുതുന്നത്, വലിയ സംസ്കാരങ്ങളെന്ന് നമ്മൾ കരുതുന്ന പലതും
കേരളത്തെക്കാൾ മലയാളത്തെക്കാൾ ചെറുതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. എന്നാൽ എന്തുകൊണ്ട് ആ ചെറിയ ഭൂപ്രദേശം, ആ ചെറിയ ജനസമൂഹം, ആ ചെറിയ ഭാഷ ലോകത്തിന്റെ തീരുമാനങ്ങൾ എടുക്കുന്ന, ലോകത്തിന്റെ ചിന്തകളെ നയിക്കുന്ന ഒരു ശക്തിയായി മാറി എന്നതാണ് നാം ചിന്തിക്കേണ്ടത്. അതിന്റെ കാരണം അക്കാലത്തും ആ നാട്ടുകാർ അവരുടെ ചെറിയ ഭൂപ്രദേശത്തിന്റെ അതിർത്തികളെ വിട്ട് ലോകത്തിന്റെ അതിരുകൾ തേടി സഞ്ചരിച്ചിരുന്നു. പുതിയ സംസ്കാരങ്ങൾ തേടി പിടിച്ചിരുന്നു. ആ സംസ്കാരങ്ങളിലേക്ക് എന്തൊക്കെ ലഭിക്കുമോ അതെല്ലാം അന്വേഷിച്ച് യാത്ര ചെയ്തിരുന്നു. അവിടെ നിന്നൊക്കെ ലഭിച്ച അറിവുകളെ ആ നാട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു. അർത്ഥം മാത്രമല്ല, അറിവുകളും ആ നാട്ടിലേക്ക് ഒഴുകിയെത്തിയിരുന്നു. ആ യാത്രകളുടെ പരിമിതി, പോരായ്മ നമ്മുടെ നാടിന് ചില കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അവിടെ മലയാളികളുടെ സഞ്ചാരം ആരംഭിക്കുന്നത്, യാത്രകൾ ആരംഭിക്കുന്നത് നമുക്കറിയാം, തൊഴിലന്വേഷകരായിട്ടാണ്. ആശയാന്വേഷകനോ അറിവിന്റെ അന്വേഷകരോ ആയിട്ടായിരുന്നില്ല നമ്മൾ യാത്രകൾ ആരംഭിച്ചത്. നമ്മുടെ യാത്രകൾ ആരംഭിച്ചത് ഉപജീവനത്തിന് വേണ്ടിയുള്ള യാത്രക്കാരായിട്ടാണ്. അപ്പോൾ അത് ഈ നാടുകളും നമ്മുടെ ചിന്തകളും നമ്മുടെ നാട്ടിന്റെ ഗതിയും തമ്മിലുള്ള അന്തരത്തിന് കാരണമായിട്ടുണ്ട്. ഇപ്പോ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ അവസാന കാലങ്ങൾ മുതൽ അതിൽ മാറ്റം വന്നു തുടങ്ങിയിരിക്കുന്നു. ഇന്ന് നമ്മുടെ ആളുകൾ പര്യവേക്ഷണം എന്ന ചിന്തയോടുകൂടി തന്നെ യാത്രകൾ ആരംഭിച്ചിരിക്കുന്നു. എസ് കെ പൊറ്റക്കാട് എന്ന ഒരു യാത്രികനാണ് നമ്മുടെയൊക്കെ മുന്നിൽ അതിന്റെ ഏറ്റവും നല്ല ആചാര്യനായി വിളങ്ങി നിൽക്കുന്നത്. എന്നെ തീർച്ചയായിട്ടും ഒരു വിദ്യാർത്ഥി എന്ന കാലത്ത് വായിച്ച പുസ്തകങ്ങളിലൂടെ ഭ്രമിപ്പിച്ച, ആവേശം കൊള്ളിച്ച, യാത്ര ചെയ്യാൻ ഈ മരങ്ങാട്ടുപള്ളി എന്ന എന്റെ ഗ്രാമത്തിൽ നിന്ന് പുറത്തേക്ക് വലിച്ചിറക്കി വിട്ടത് തീർച്ചയായും എസ് കെ പൊറ്റക്കാട് തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ പല വായിച്ച് ആ പ്രദേശത്തെ ആളുകളുടെ ജീവിതം, അവരുടെ രൂപം, അവരുടെ സ്വഭാവം ഒക്കെ ഞാൻ എൻ്റെ മനക്കണ്ണിൽ വലിയ ഒരു ക്യാൻവാസിലെ സിനിമ പോലെ കണ്ടിട്ട് തന്നെയാണ് ഓരോ യാത്രയും പുറപ്പെട്ടത്. ആഫ്രിക്കൻ ഉൾനാടുകളുടെ ആ കാഴ്ചകളൊക്കെ എത്രയോ തവണ ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടിട്ടാണ് എത്യോപ്യയിലും ഉഗാണ്ടയിലും കെനിയയിലും, കെനിയൻ വനാന്തരങ്ങളിലും മസായിമാരയിലും അവിടുത്തെ ഗ്രേറ്റ് റിഫ്റ്റ് വാലിയിലും താൻസാനിയയിലും ngorongoroയിലും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ അക്ഷരങ്ങളിലൂടെ കാണിച്ചു തന്ന ആ ദൃശ്യങ്ങളിലൂടെ മനസ്സുകൊണ്ട് സഞ്ചരിച്ചതിന് ശേഷമാണ് ഞാൻ ആ പ്രദേശത്തെത്തുന്നത്. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ അന്യമായ പുതിയ ഒരു നാട്ടിൽ ചെന്നിറങ്ങിയിരിക്കുകയാണെന്നൊരു തോന്നൽ എനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാരണം ഇത് ഞാൻ നേരത്തെ എന്നോ കണ്ട ഒരു സ്ഥലത്താണല്ലോ വന്നിറങ്ങിയിരിക്കുന്നത് എന്ന അത്ര പരിചിതമായ ഒരു മണ്ണിലൂടെയാണ് ആഫ്രിക്കയുടെ ആ ഇരുണ്ട കറുത്ത ഭൂപ്രദേശത്തൂടെ സഞ്ചരിക്കുമ്പോഴും എൻ്റെ മനസ്സ് കടന്നുപോയത്. ഇന്ന് തലമുറകൾ പലത് കടന്ന് നമ്മുടെ ചെറുപ്പക്കാർ ധാരാളമായി യാത്ര ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലെത്തി. പക്ഷെ അവിടെ ഒരു ചെറിയ ദുഃഖം എനിക്ക് അനുഭവപ്പെടുന്നത് അതാണ്. ഈ കാലഘട്ടത്തിൽ ഇന്ന് നമ്മൾ ഈ സംസാരിക്കുന്ന വിഷയത്തിന്റെ പ്രസക്തിയും. യാത്രകൾ നടക്കുന്നു, അതൊക്കെ ദൃശ്യങ്ങളായി, പലതരം വ്ളോഗുകളായി, പലതരം യൂട്യൂബിലെ പരിപാടികളായി, സോഷ്യൽ മീഡിയയിലെ ദൃശ്യങ്ങളുടെ ഒരു വലിയ കുത്തൊഴുക്കായി നമ്മുടെയൊക്കെ മൊബൈൽ ഫോണുകളിലും ടെലിവിഷനിലും ഒക്കെ വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ദൃശ്യത്തിന്റെ ചാരുതയ്ക്കപ്പുറം ഭാഷയുടെ സൗന്ദര്യം നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് ദുഃഖകരമാണ്. അതിനെ ഹൃദയത്തിൽ നിന്ന് വർണ്ണിച്ച് വിവരിച്ച് അതിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങളും ജീവിത സന്ദർഭങ്ങളും കണ്ണുനീരിൻ്റെയും കഥനത്തിൻ്റെയും ചോരയുടെയും ഒക്കെ ആ മണവും നിറവും ഉള്ള കഥകളും ഒക്കെയായി നമുക്ക് അവതരിപ്പിച്ച് തരുന്ന പുതിയ തലമുറയുടെ അഭാവം പലപ്പോഴും നമുക്ക് നമ്മുടെ ചിന്തകളെ ഒന്നുണർത്തേണ്ടതാണ്. അവിടെ തീർച്ചയായും ഈ 42 രാജ്യങ്ങളിൽ മലയാളം മിഷന്റെ പ്രവർത്തനം നടക്കുമ്പോൾ അവിടെ നിന്ന് ലോകത്തിന്റെ കാഴ്ചകൾ,
നമ്മുടെ മലയാളികൾക്ക് വേണ്ടി തയ്യാറാക്കുമ്പോൾ ഭാഷയുടെ സൗന്ദര്യവും സൗരഭ്യവും കൂടി വഹിക്കുന്നതാവണം എന്ന ഒരു ചിട്ട, ഒരു നിഷ്ഠ പുലർത്തേണ്ടതുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ മലയാളം മിഷന്റെ പ്രവർത്തനങ്ങളിൽ തീർച്ചയായും അതിൻ്റെ ഏറ്റവും വലിയ ഒരു മലയാളം മിഷന്റെ ഒരു തരത്തിലുള്ള പിന്തുണയും പലതരത്തിലും നമുക്ക് ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല എങ്കിൽ കൂടി ഞങ്ങളോട് ആവശ്യപ്പെടാതെ തന്നെ ഏറ്റവും സജീവമായി മലയാളം ഭാഷയ്ക്ക് വേണ്ടി മലയാളം മിഷൻ എന്ന പ്രസ്ഥാനം എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അതിനുവേണ്ടി ഏറ്റവും അധികം പ്രവർത്തിക്കുന്ന ഒരു ടെലിവിഷൻ ചാനൽ സഫാരി ആയിരിക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അത് ഞങ്ങളുടെ പ്രേക്ഷകർ ഞങ്ങളോട് പറയാറുള്ള ഒരു കാര്യം തന്നെയാണത്. മലയാള ഭാഷ, അതിൻ്റെ സൗന്ദര്യം, അതിൻ്റെ ഭംഗി, അതിൻ്റെ കൃത്യത നിലനിർത്തിക്കൊണ്ട് പോകുന്നതാണ് സഫാരിയിലെ 14 പരിപാടികളും. അതില് ജോൺ പോൾ എന്ന തിരക്കഥാകാരന്റെ സ്മൃതി എന്ന പരിപാടിയാവട്ടെ, ചരിത്രമിനിലൂടെ എന്ന പരിപാടിയാവട്ടെ, ഏത് പരിപാടിയുമാവട്ടെ, മലയാള ഭാഷയുടെ സൗന്ദര്യം കെടാതെ നമ്മളെന്നും ആ നഷ്ടപ്പെട്ട ഒരു വസന്തകാലത്തിന്റെ കഥകൾ പറയുമ്പോൾ അതെന്തായിരുന്നു എന്ന ആളുകളെ ഓർമ്മിപ്പിക്കുന്നതായിരിക്കണം സഫാരിയിലെ ഓരോ പരിപാടിയും അതിനുപയോഗിക്കുന്ന ഭാഷയും എന്ന് ഞങ്ങൾ നിഷ്കർഷിക്കാറുണ്ട്. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എന്നെ പലതവണ ക്ഷണിക്കുകയുണ്ടായി. ക്ഷണിച്ചു എന്നല്ല, ഏത് ദിവസം പറ്റുമെന്ന് ദിവസം നിശ്ചയിക്കാൻ കഴിയാതെ കുറെ സമയം നീണ്ടുപോയിട്ടുണ്ട്. അതിന്റെ കാരണം ഞാന് ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ പോലെ വളരെ തിരക്കേറിയ ഒരു സജീവ പൊതുപ്രവർത്തനം നടത്തുന്ന ആളൊന്നുമല്ല. എൻ്റെ പ്രവർത്തനം മുഴുവൻ എൻ്റെ പ്രവർത്തന മേഖലയിൽ സഫാരി എന്ന ഈ ടെലിവിഷൻ ചാനലിന്റെ സ്റ്റുഡിയോയിലും ഓഫീസിലുമാണ്. അവിടെ രാവും പകലും എനിക്ക് ജോലി ചെയ്യേണ്ടി വരുന്നു, എൻ്റെ സഹപ്രവർത്തകർക്കും ജോലി ചെയ്യേണ്ടി വരുന്നത് ഈ കൃത്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ്. ഞങ്ങളിവിടെ ഇടപെടുന്നത് മുഴുവൻ ഈ നാടിൻ്റെതല്ലാത്ത, ഇവിടെ സുലഭമല്ലാത്ത കാഴ്ചകളും അനുഭവങ്ങളും കഥകളും ആയിട്ടാണ്. അപ്പോൾ അതിൽ മലയാളത്തിന്റെ ശുദ്ധമായ ഭാഷയും കൂടെ സമ്മേളിപ്പിച്ച് ഈ ദൃശ്യങ്ങളുടെ ആധികാരികതയിൽ ഒരു കുറവും കോട്ടവും വരാതെ അവതരിപ്പിക്കുക. പ്രബുദ്ധരായ സമൂഹമാണ് ഇതിന്റെ പ്രേക്ഷകർ എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി അവർക്ക് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനുള്ള അവസരം ഉണ്ടാവാത്ത രീതിയിൽ ചെയ്യുക എന്നതാണ് ഞങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് മലയാള ഭാഷയിൽ തെറ്റില്ലാതെ ഭംഗിയോടെ നന്നായി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന ആളുകളെ പോലും ലഭിക്കാൻ വളരെ ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടമാണ്. മലയാളത്തെ ഒരു ഒരു ആസ്വാദ്യമായ ഒരു ഭാഷയായി പോലും പുതിയ തലമുറ കാണാൻ മടിക്കുന്നുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. കേരളത്തിൽ മലയാളികളെക്കാൾ, കേരളത്തിൽ ജീവിക്കുന്ന പുതിയ തലമുറ മലയാളികളെക്കാൾ മലയാള ഭാഷയെ ഇന്ന് സ്നേഹിക്കുന്നത് എനിക്ക് തോന്നുന്നു പലപ്പോഴും വിദേശ രാജ്യങ്ങളിലെ മറ്റു നാടുകളിൽ ജീവിക്കുന്ന മലയാളികളാണ്, അവിടുത്തെ പുതിയ തലമുറയാണ് എന്നെനിക്ക് എൻ്റെ അനുഭവത്തിലൂടെ എനിക്ക് തോന്നുന്നു. കാരണം അവിടെ മലയാളം പഠിപ്പിക്കാൻ, ഭാഷ പഠിപ്പിക്കാൻ പ്രത്യേക ആളുകളെ നിയമിച്ച് മാതാപിതാക്കൾ അവധി ദിവസങ്ങളിലും മലയാള അസോസിയേഷനുകളുടെ നേതൃത്വത്തിലും ഒക്കെ പല സംഘടനകളുടെ നേതൃത്വത്തിൽ ഇത്തരം പരിപാടികൾ നടത്തുന്നത് എനിക്ക് നേരിട്ട് കാണാനുള്ള ഇട വന്നിട്ടുണ്ട്. എന്നാൽ വൃത്തിയായി മലയാള ഭാഷ ഉപയോഗിക്കാനും പരിശീലിക്കാനും കേരളത്തില് സ്കൂളുകളിലല്ലാതെ മറ്റെവിടെയെങ്കിലും ഒരു പരിശീലനം നൽകുന്നതായി എനിക്കറിവില്ല. നമ്മളുടെ മീഡിയ സ്കൂളുകളുണ്ടാകും. ഈ മീഡിയ സ്കൂളുകളിൽ നിന്ന് പുറത്തിറങ്ങുന്ന കുട്ടികളാണ് സഫാരി പോലുള്ള ചാനലുകളിലേക്ക് തൊഴിൽ അന്വേഷിച്ച് വരുന്നത്. അവരെ അഭിമുഖം നടത്തുമ്പോഴാണ് മലയാള ഭാഷയുടെ വിചിത്രമായ പുതിയ പല രൂപഭാവങ്ങളും കണ്ട് നമ്മൾ അത്ഭുതപ്പെടുകയും അന്തം വിടുകയും ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അറിയാം, നമ്മുടെ ഭാഷയെ വളർത്താൻ, നിലനിർത്താൻ വലിയൊരു ഉത്തരവാദിത്വം സഫാരി ചാനലുണ്ട് എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് സഫാരി കാണുന്ന വീടുകളിലെങ്കിലും യഥാർത്ഥ മലയാളം എന്തായിരുന്നു എന്ന് അവരൊരു ഗൃഹാതുരതയോടെ ഓർമ്മിക്കാനെങ്കിലും സഫാരി നിലനിൽക്കണം ആ നിലവാരത്തിൽ എന്ന ചിന്തയോടുകൂടി ഞങ്ങൾ ഈ പ്രവർത്തനങ്ങളിൽ മുഴുകുന്നത്. ലോകയാത്രകളിൽ ഞാൻ മലയാള ഭാഷയുടെ ഒരു ആരാധകനാണ്. മലയാള ഭാഷയിൽ സംസാരിക്കാനും ആശയവിനിമയം നടത്താനും കഴിയുന്നത് പോലെ എനിക്ക് ഒരു ഭാഷയിൽ സംസാരിക്കാൻ കഴിയില്ല. പക്ഷെ എങ്കിലും ഈ യാത്രകൾ എന്നെ പഠിപ്പിച്ച കാര്യങ്ങൾ അതിൽ നിന്നും വിഭിന്നമായ ചില ആശയങ്ങളും ചിന്തകളുമാണ്. മനുഷ്യന്
ഒരു സഞ്ചാരിക്ക് പ്രത്യേകിച്ച് ഈ ലോകത്തെ ആയിരക്കണക്കിന് ഭാഷകൾ സംസാരിക്കുന്ന, വളരെ അപൂർവം ഭാഷകൾ മാത്രം എഴുതുകയും വായിക്കുകയും ചെയ്യുന്ന ഈ ലോകത്തുകൂടെ സഞ്ചരിക്കുമ്പോൾ എന്തിനാണ് ഒരു ഭാഷ എന്ന് എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട്. നമ്മള് ഈ ഭാഷയുടെ ധാരാളിത്വത്തിൽ ഭാഷ മനസ്സിലാകുന്ന ആളുകളുടെ ഇടയിൽ ജീവിക്കുമ്പോൾ സുഖലോലുപതയുടെ ഒരങ്ങറ്റത്ത് ജീവിക്കുന്നതിന് തുല്യമാണ്. ഒരു വാക്ക് പോലും പറഞ്ഞാൽ മനസ്സിലാവാത്ത, പരസ്പരം സംസാരിക്കാൻ കഴിയാത്ത ആളുകളോടൊപ്പം ദിവസങ്ങളോളം ഞാൻ ജീവിച്ചിട്ടുണ്ട്. ഒരു വാക്ക് പോലും ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാവാതെ, അവർ പറയുന്നത് എനിക്ക് മനസ്സിലാവാതെ ഞങ്ങള് ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ഹൃദയം കൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നോ രണ്ടോ ഉദാഹരണങ്ങൾ പറയാനും എനിക്ക് മടിയില്ല. ഞാൻ ഒരിക്കല് സ്പെയിനിലൂടെ യാത്ര ചെയ്യായിരുന്നു, വർഷങ്ങൾക്ക് മുമ്പാണ്. സ്പെയിനില് മാഡ്രിഡിലാണ് ഞാൻ ചെന്നിറങ്ങുന്നത്. അവിടെ നിന്ന് ഒരു ട്രെയിനിൽ ഞാൻ സെവില്ലെ എന്ന് പറയുന്ന ഒരു തെക്കൻ നഗരത്തിലേക്ക് പോയി. സെവില്ല ഒരു സാംസ്കാരിക കേന്ദ്രമാണ്. മധ്യ തെക്കൻ സ്പെയിനിലെ ഒരു പ്രധാന സാംസ്കാരിക കേന്ദ്രം. അവിടെ ചരിത്രത്തിന്റെ അവശേഷിപ്പുകൾ ധാരാളമുണ്ട്. നമുക്കറിയാം, സ്പെയിന് ഒരു മധ്യകാലഘട്ടത്തിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രമായിരുന്നു. പിന്നീട് വീണ്ടും അത് ക്രിസ്ത്യൻ രാഷ്ട്രമായി, മതപരമായി മതം ഭരിച്ചിരുന്ന ഒരു കാലമുണ്ട്. ഇന്ന് ഇസ്ലാമിക പാരമ്പര്യത്തിന്റെ അവശേഷിപ്പുകൾ ഇന്നും ധാരാളമായി അവിടെയുണ്ട്. അവിടുത്തെ പല പള്ളികളും മുസ്ലിം ദേവാലയങ്ങൾ പോലെയാണ്, മോസ്കുകൾ പോലെയാണ് രൂപം കൊണ്ടിരിക്കുന്നത്. നമ്മള് ഈജിപ്തിലും തുർക്കിയിലും ഒക്കെ കാണുന്ന തരം കെട്ടിട നിർമ്മാണ ശൈലി വളരെ പ്രകടമാണ് സ്പെയിനിലെ ഈ പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് സെവില്ലയ്ക്ക് തെക്കോട്ട ജിബ്രാൾട്ടർ വരെയുള്ള പ്രദേശങ്ങളിലും ഒക്കെ. അപ്പൊ ഈ വ്യത്യസ്തതകൾ, യൂറോപ്പിൽ ഇങ്ങനെ ഒരു ജീവിതം, ഇങ്ങനെ ഒരു സംസ്കാരം, ഇങ്ങനെ ഒരു ആർക്കിടെക്ചർ വ്യത്യസ്തമായ കാഴ്ചയാണ് എന്നതുകൊണ്ടാണ് ഞാൻ ആ പ്രദേശത്തോട് സഞ്ചരിക്കുന്നത്. അപ്പൊ സെവില്ലയിൽ ഒരു ദിവസം ചിത്രീകരണമൊക്കെ കഴിഞ്ഞ് അന്ന് ഉച്ചയ്ക്ക് ഞാൻ ഒരു ട്രെയിൻ പിടിച്ചു. എനിക്ക് പോകേണ്ടത് വീണ്ടും തിരിച്ചെനിക്ക് സ്പെയിനിലേക്ക് വരേണ്ടതുണ്ടെങ്കിലും ഇനി നേരെ, കാരണം ഇത് പോർച്ചുഗലിനോട് അടുത്ത ഭാഗമാണ് ഈ സെവില്ലയൊക്കെ. അപ്പൊ അടുത്തത് പോർച്ചുഗലിൽ പോയി ലിസ്ബണിലെ കാഴ്ചകളൊക്കെ ചിത്രീകരിച്ച് തിരിച്ച് വീണ്ടും ഒരിക്കൽ കൂടി ബാഴ്സലോണയിലേക്ക് വരാമെന്ന് കരുതി ഞാൻ ലിസ്ബണിലേക്ക് പോകാൻ ഒരു ട്രെയിൻ പിടിച്ചു. ഈ ട്രെയിന് ലോക്കൽ ട്രെയിനാണ്. ഈ ലോക്കൽ ട്രെയിൻ പോകുന്നത് സെവില്ലയിൽ നിന്ന് കുന്നുകളും മലകളും ഒക്കെ കയറി വളരെ സ്ലോയിൽ നമ്മുടെ സഹ്യപർവ്വതം പോലത്തെ ഒരു മലമ്പ്രദേശത്തു കൂടെയൊക്കെ യാത്ര ചെയ്ത് രാത്രി ഏതാണ്ട് ഒരു 9 മണി 10 മണിയോടുകൂടി കാസറസ് എന്ന് പറയുന്ന ഒരു അതിർത്തി പട്ടണത്തിലെത്തും. സ്പെയിനിന്റെയും പോർച്ചുഗലിന്റെയും അതിർത്തി പട്ടണമാണ്. പക്ഷെ ഇതൊന്നും ഒരു മെയിൻ റൂട്ടല്ല. ഞാനിതൊരു സാഹസികമായി വ്യത്യസ്തമായ ചില കാഴ്ചകൾ ലഭിക്കും. വീണ്ടും മാഡ്രിഡിൽ പോയിട്ട് വിമാനത്തിലോ അല്ലെങ്കിൽ ട്രെയിനിൽ തന്നെയോ പ്രധാന ലൈനിലൊക്കെ പോകാവുന്നതേ ഉള്ളൂ. അപ്പോൾ വന്ന വഴി തന്നെ പോകുന്നത് ഒരു ഭംഗിയാണ് എന്നതുകൊണ്ടും ചിത്രീകരിക്കാൻ ദൃശ്യങ്ങളുടെ വ്യത്യസ്തതയാണ് ആവശ്യം എന്നതുകൊണ്ടുമാണ് ഞാൻ ഈ ട്രെയിനിൽ ഒരു പാസഞ്ചർ ട്രെയിനിൽ കയറി അങ്ങനെ കാസറസിലേക്ക് യാത്ര ചെയ്യുന്നത്. ആ ട്രെയിനിലെ അനുഭവങ്ങൾ തന്നെ വ്യത്യസ്തമായിരുന്നു. അവിടെ എനിക്ക് അല്ലാതെ വേറൊരാൾക്കും ഇംഗ്ലീഷ് അറിയില്ല. ആ ട്രെയിനിൽ പുറപ്പെടുമ്പോൾ നിറയെ ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഓരോ സ്റ്റേഷൻ കഴിയുന്തോറും ആളുകൾ കുറഞ്ഞു വന്നു. ഒടുവിൽ ഈ കാസറസിന് അടുത്തുള്ള ഒരു പ്രദേശത്തേക്ക് എത്തുമ്പോഴേക്കും ട്രെയിനിൽ ഞാനും ടിക്കറ്റ് എക്സാമിനറും മാത്രമായി. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വന്ന് ഓരോ സ്റ്റേഷനിലും വണ്ടി നിർത്തും. ആരും ഇറങ്ങാനും ഉണ്ടാവില്ല, കയറാനും ഉണ്ടാവില്ല. രാത്രിയാണ്, ഞാൻ തനിച്ചായി. ഈ ഓരോ സ്റ്റേഷനിലും നിർത്തിയിട്ട് വണ്ടി പുറപ്പെട്ട് കഴിയുമ്പോൾ ഈ ടിക്കറ്റ് എക്സാമിനർ അതിലൂടെ കടന്നു പോകും, എന്നെ ഒന്ന് വിഷ് ചെയ്യും. ഞങ്ങൾ അപ്പോഴേക്കും വലിയ പരിചയക്കാരായി. വർത്തമാനം പറയാനൊന്നും പറ്റില്ലെങ്കിലും ഞങ്ങള് ആംഗ്യങ്ങളിലൂടെ പരിചിതരായി. ഇടയ്ക്ക് ഒരു സ്റ്റേഷനിൽ കൂടുതൽ സമയം വണ്ടി നിർത്തിയപ്പോൾ അദ്ദേഹം വന്ന് ആംഗ്യം കാണിച്ചു. ഒരു ചായ കുടിക്കണമെങ്കിൽ അല്ലെങ്കിൽ കാപ്പി കുടിക്കണമെങ്കിൽ പുറത്തിറങ്ങാം, 5 മിനിറ്റ് നിർത്തും എന്നൊക്കെ പറഞ്ഞു തന്നു. അതൊക്കെ ആംഗ്യങ്ങളിലൂടെ, അഭിനയത്തിലൂടെയാണ്. ഞാൻ പുറത്തിറങ്ങി ഒരു ചായ കുടിച്ച് തിരിച്ചു കയറി വന്നു. ചായയുമായിട്ട് ഒരു കാപ്പിയുമായി കയറി വന്നു. അവിടെ ഇരുന്നു, യാത്ര തുടർന്നു. കാസറസിലെത്തി. കാസറസ് സ്റ്റേഷനിൽ ട്രെയിൻ നിൽക്കുമ്പോഴേക്കും ഒരു 9 മണി 10 മണി ആകാറായി. നല്ല മഴ പുറത്ത് പെയ്യുന്നു. കാസറസ് നഗരഹൃദയത്തിന് അല്പം മാറിയിട്ടാണ് ഈ റെയിൽവേ സ്റ്റേഷൻ. ഈ ട്രെയിനിൽ ഞാനും ടിക്കറ്റ് എക്സാമിനറും ട്രെയിൻ എഞ്ചിന്റെ 2 ഡ്രൈവർമാരും മാത്രമാണ് ഈ കാസറസ് എത്തുമ്പോൾ ഉള്ളത്. കാരണം ഇത് വളരെ ഉൾഗ്രാമങ്ങളിലൂടെ പോകുന്ന ഒരു പാസഞ്ചർ ട്രെയിനാണ്. എല്ലാ സ്റ്റേഷനിലും നിർത്തി പോകുന്ന ഒരു ട്രെയിൻ. ഞാൻ അവിടെ ഇറങ്ങി. എന്തിനാ ഇറങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാത്രി
ഇനി പുലർച്ചെ 3 മണിക്ക് മറ്റൊരു ട്രെയിൻ വരും. ആ ട്രെയിനിൽ വേണം എനിക്ക് ലിസ്ബണിലേക്ക് പോകാൻ. അപ്പൊ അത് വരുന്നത് വരെ ഞാൻ അവിടെ ഇരിക്കണം. അങ്ങനെ കാത്തിരിക്കുമ്പോൾ അപ്പോഴേക്കും സ്റ്റേഷനിലെ എല്ലാ ആളുകളും പോയി. ഈ ടിക്കറ്റ് എക്സാമിനർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അടുത്ത ട്രെയിനിന്റെ ടിക്കറ്റ് ഞാൻ കാണിച്ചു. അദ്ദേഹം അത് വായിച്ചു നോക്കിയിട്ട് അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. എവിടെയാ സുരക്ഷിതമായിട്ട് ഇരിക്കേണ്ടതെന്ന് കാണിച്ചു തന്നു. വെള്ളം എവിടെ കിട്ടുമെന്ന് കാണിച്ചു തന്നു. അപ്പൊ ആ പ്ലാറ്റ്ഫോമിന്റെ അങ്ങേയറ്റത്ത് ഒരു ചെറിയൊരു ബാറുണ്ട്. അവിടെയൊക്കെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും ബാറുകൾ ഉണ്ടാവും. ആ ബാർ അടയ്ക്കാൻ പോവുകയാണ്. അപ്പൊ അയാള് എനിക്ക് ഭക്ഷണം കഴിക്കണോ എന്ന് ആംഗ്യം കാണിച്ചു. ഞാൻ വേണമെന്ന് പറഞ്ഞു. അയാൾ ഓടിച്ചെന്ന് ബാറുകാരനോട് അടയ്ക്കരുത്, ഒരാൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് അല്പം ലഘുഭക്ഷണം വാങ്ങി കഴിച്ചു. ഇവിടെ വന്നിരുന്നു. വീണ്ടും കുറെ നേരങ്ങൾ കടന്നുപോയി. മഴ പെയ്യുന്നുണ്ട്. ഇത്തിരി കഴിഞ്ഞപ്പോൾ മഞ്ഞുവീഴ്ചയായി മാറി. അങ്ങ് താഴെ നഗരം കാണാൻ, കാസ്രസ് നഗരം. പക്ഷെ അവിടേക്ക് പോകാൻ മാർഗമില്ല, മഞ്ഞ് പെയ്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ ഒരു 12 മണിയോ 1 മണിയോ ഒക്കെ ആയ സമയത്ത് ഒരു കൊച്ചു മനുഷ്യൻ കയറി വരുന്നു. അയാളെ കണ്ടാൽ അത്ര നല്ല സാഹചര്യങ്ങളിലല്ല എന്ന് മനസ്സിലാവും. മുഷിഞ്ഞ വേഷം, ജാക്കറ്റൊക്കെ ധരിച്ചിട്ടുണ്ട്, തണുപ്പിനെ പ്രതിരോധിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. ഇയാൾ എൻ്റെ അടുത്ത് വന്ന് മറ്റൊരു സീറ്റിലിരുന്നു. അയാളുടെ കയ്യിൽ ഒരു റേഡിയോ ഉണ്ട്. അത് പ്രവർത്തിപ്പിക്കാൻ ശ്രമിച്ചു. ഒന്നും സംഭവിക്കുന്നില്ല. ഒടുവിൽ എൻ്റെ കയ്യിലെ ക്യാമറ കൊണ്ട് ഞാൻ ഇയാൾ വരുന്നതും ദൃശ്യങ്ങൾ പകർത്തുന്നുണ്ട്. ഇത്തിരി കഴിഞ്ഞപ്പോൾ അയാൾ ആ ക്യാമറയുമായി ആ റേഡിയോയുമായി എൻ്റെ അടുത്ത് വന്നിരുന്നു. എന്നിട്ട് ആ റേഡിയോ എൻ്റെ നേരെ നീട്ടി. അപ്പൊ എനിക്ക് മനസ്സിലായി, ഈ റേഡിയോ പ്രവർത്തിക്കാത്തത് കൊണ്ട്, എൻ്റെ കയ്യിൽ ക്യാമറയൊക്കെ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ ഇതിൽ എത്ര വൈദഗ്ധ്യമുള്ള ഒരാളാണെന്നുള്ള ധാരണയിൽ എന്നെ ഏൽപ്പിച്ചതാണെന്ന് മനസ്സിലായി. ഞാനത് വാങ്ങി പല പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കി. ബാറ്ററി കമ്പാർട്ട്മെന്റും തുറന്ന് നോക്കുമ്പോൾ ബാറ്ററി ഒരു കടലാസിന്റെ തുണ്ട് വെച്ച് ഞാൻ ആ ലൂസ് കോണ്ടാക്ട് ഒക്കെ പരിഹരിച്ച് റേഡിയോ പ്ലേ ചെയ്യാൻ തുടങ്ങി. സ്പാനിഷ് ഗാനങ്ങൾ ഒഴുകി വന്നു. അയാൾ ആഹ്ലാദത്തോടെ അത് കേട്ട് കുറച്ചു നേരം. പിന്നെ എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് അദ്ദേഹം എന്തൊക്കെയോ ചോദിച്ചു. എന്താണ് ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ലെങ്കിലും ഏത് നാട്ടുകാരനാണ് എന്നാവാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഇങ്ങനെ 2 മനുഷ്യരെ ആദ്യം കണ്ടുമുട്ടിയാൽ ചോദിക്കാനിടയുള്ള ചോദ്യം എന്ത് എന്ന് നമ്മുടെ മനസ്സിൽ തന്നെ വരും. ഞാൻ പറഞ്ഞു ഇന്ത്യ എന്ന് പറഞ്ഞു. അവര് ഇന്ത്യക്ക് പറയുന്ന ഭാഷയിൽ അയാൾ തലയാട്ടി. അത് കഴിഞ്ഞ് വേറെന്തോ ചോദ്യം എന്നോട് ചോദിച്ചു. അതെനിക്ക് മനസ്സിലായില്ല. ഇത്തിരി കഴിഞ്ഞ് അയാൾ പോക്കറ്റിൽ നിന്നൊരു പേഴ്സ് എടുത്തു. അതിനകത്തൊരു ഫോട്ടോ ഉണ്ട്, ഒരു കൊച്ചുകുട്ടിയുടെ ഫോട്ടോ. അയാൾ ആ ഫോട്ടോ കാണിച്ചു തന്നിട്ട് അയാളുടെ നെഞ്ചത്ത് തൊട്ട് കാണിച്ചു. എനിക്ക് മനസ്സിലായി അയാളുടെ കുട്ടിയെ കുറിച്ചാണ് ഈ പറയുന്നതെന്ന്. എന്നിട്ട് എന്നോട് ചോദിച്ചു എത്രയുണ്ട് എന്നൊക്കെ. അപ്പൊ ഞാൻ എൻ്റെ കുട്ടികളെ കുറിച്ച് ആംഗ്യത്തിലൂടെ കാണിച്ചു കൊടുത്തു. പിന്നെ കുറെ നേരം അയാൾ സ്പാനിഷിൽ എന്നോട് എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ ഇംഗ്ലീഷിൽ അയാളോട് പറയാൻ ശ്രമിക്കുന്നുണ്ട് ആ സമയത്ത്. ഒടുവിൽ എനിക്കൊന്ന് മനസ്സിലായി, ഞാൻ വളരെ ബുദ്ധിമുട്ടി ഇംഗ്ലീഷിൽ അയാളോട് സംസാരിക്കേണ്ട കാര്യമില്ല. അയാൾ സ്പാനിഷിൽ സംസാരിക്കുകയാണ്. മറുപടിയായി എനിക്ക് മലയാളത്തിൽ സംസാരിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഞാൻ മലയാളത്തിൽ സംസാരിക്കാൻ ആരംഭിച്ചു. അത് മതിയായിരുന്നു അയാൾക്ക്. അയാൾ സ്പാനിഷിൽ അതിനുള്ള മറുപടികൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഇങ്ങനെ ഏതാണ്ട് വെളുപ്പിന് 3 മണി വരെ ഞങ്ങൾ വളരെ സൗഹൃദത്തിൽ കഴിഞ്ഞു. എൻ്റെ ബാഗ് എടുത്ത് ട്രെയിൻ വന്ന് നിൽക്കുമ്പോൾ എന്നെ ട്രെയിനിൽ കയറ്റി ഞാനിരിക്കേണ്ട സീറ്റിൽ എൻ്റെ ബാഗ് ചുവന്ന് കയറ്റി വെച്ച് ഒരു കുപ്പി വെള്ളം അവിടുത്തെ വെള്ളം ലഭിക്കുന്ന സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്ന് എന്നെ യാത്രയാക്കിയിട്ടാണ് ഈ മനുഷ്യൻ യാത്രയാവുന്നത്. അപ്പൊ ഇങ്ങനെ ഇന്നും ഞാൻ ആ ദൃശ്യങ്ങൾ സഞ്ചാരത്തിലെ പ്രൊമോകളിൽ ഉപയോഗിക്കാറുണ്ട്. ഈ മനുഷ്യനുമായി ഞാൻ സംസാരിക്കുന്ന ദൃശ്യങ്ങൾ. ഇങ്ങനെ എത്രയോ സ്ഥലത്ത് എത്രയോ മണിക്കൂറുകൾ ഒരു വാക്ക് പോലും മനസ്സിലാവാത്ത ആളുകളുമായി സംസാരിക്കാറുണ്ട്. അവരുടെ സ്നേഹം, അവരുടെ സൗഹൃദം അനുഭവിക്കാറുണ്ട്. തജിക്കിസ്ഥാനിലെ ഒരു വൃദ്ധ സ്ത്രീയെ കുറിച്ച് ഞാൻ മറ്റൊരു പരിപാടിയിൽ പറഞ്ഞിട്ടുണ്ട്. അവര് ഭാഷ അറിയാത്ത ഒരമ്മൂമ്മ എന്നെ ഒരു ഉൾഗ്രാമത്തിലെ അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതും ആ വൈകുന്നേരം അവർക്ക് കഴിക്കാൻ വേണ്ടി ഒരുക്കി വെച്ചിരുന്ന ഭക്ഷണം എനിക്ക് തന്ന് എന്നെ സൽക്കരിച്ചതും, യാത്ര പുറപ്പെടുമ്പം പാത്രം ഒരു കൂട നിറയെ 2 കൂട നിറയെ പഴങ്ങൾ വണ്ടിയിലേക്ക് കൊടുത്തുവിട്ട് എനിക്ക് യാത്ര ചെയ്യുന്ന വാഹനത്തിൽ തുടർന്നുള്ള യാത്രയിൽ കഴിക്കാനുള്ള ഭക്ഷണം കൂടി തന്നുവിട്ടതും, യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് എൻ്റെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചതുമൊക്കെയായ അനുഭവങ്ങൾ. അവരുടെ ഭാഷയിൽ എന്താണ് അവർ പ്രാർത്ഥിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് പ്രാർത്ഥനയായിരുന്നു എന്നെനിക്ക് മനസ്സിലായി. ആ പ്രാർത്ഥന എനിക്ക് വേണ്ടിയായിരുന്നു എന്നും മനസ്സിലായി.
ആ പ്രാർത്ഥന എനിക്ക് നന്മയുണ്ടാകണമേ എന്നായിരുന്നു എന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോ ഇത്തരത്തിൽ എന്നെ അറിയാത്ത, എന്നെ അതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത, ഞാൻ എവിടെ നിന്ന് വരുന്നു എന്നറിയാത്ത, എന്റെ മതമോ ഭാഷയോ അറിയാത്ത, എന്നെ ഇനി ഒരിക്കലും കാണാനിടയില്ലാത്ത ആളുകളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നതും അവരുടെ ആശംസകളും ഭക്ഷണവും സദ്യയും എനിക്ക് ലഭിക്കുന്നു എന്നതും ഈ ലോകം എത്ര സുന്ദരമാണ് എന്നും എത്ര വിശാലമാണ് എന്നും എത്ര നന്മ നിറഞ്ഞതാണ് എന്നും ചിന്തിക്കാൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ എല്ലാ പ്രവർത്തനങ്ങളും പൊതുവാണ്. മനുഷ്യന് ഞാൻ പറഞ്ഞല്ലോ, നമ്മള് ഉദാഹരണം പറഞ്ഞാല് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് വിശക്കുന്ന സമയത്ത് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്റെ ചുറ്റുമുള്ള ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ആ ഇരിക്കുന്ന ആളുകൾ ഭക്ഷണത്തിന്റെ പാത്രം തുറക്കുന്നത്. മനസ്സിലായില്ലേ? ഏത് രാജ്യത്ത് എവിടെയാണെങ്കിലും അപ്പൊ എല്ലാ മനുഷ്യർക്കും വിശക്കുന്ന സമയം ഒരു സമയമാണ്. അതെനിക്ക് തോന്നിയിട്ടുണ്ട്. രുചിയും ലോകത്തെല്ലാം ഏതാണ്ട് ഒന്നുപോലെ തന്നെയാണ്. നമ്മൾക്ക് ലോകത്തെ സാർവത്രികമായി പോകുന്ന ഭക്ഷണ രുചികളൊക്കെ ഏതാണ്ട് സമാനമാണ്. അല്ലാതെ ഒരു രാജ്യത്ത് കയ്പിന് ഭയങ്കര സ്വീകാര്യതയും മറ്റൊരു രാജ്യത്ത് മധുരത്തിന് ഭയങ്കര സ്വീകാര്യതയും അങ്ങനെയില്ലല്ലോ. ഈ മധുരത്തെ ഏതളവിൽ നമ്മൾ സ്വീകരിക്കുന്ന അതേ അളവിൽ തന്നെയാണ് മറ്റേത് രാജ്യത്ത് ഏത് നാട്ടിലും ആളുകൾ സ്വീകരിക്കുന്നത്. അപ്പൊ മനുഷ്യന്റെ ചിന്തകളും വികാരങ്ങളും നിർഭാഗ്യവശാൽ സംസാരിക്കുന്ന ഭാഷയിലെ വാക്കുകളും ശബ്ദങ്ങളും കുറച്ച് മാറിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. അത് ഭാഷയല്ല മാറിയത്, ശബ്ദം മാറിപ്പോയതാണത്. അപ്പൊ ആ ശബ്ദം മാറിപ്പോയതിന്റെ ഒരു പ്രശ്നം മാത്രമേ അതിനകത്തുള്ളൂ. ഇപ്പോ ഇപ്പൊ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കാലാവസ്ഥയ്ക്കും നമ്മുടെ ഭൂപ്രകൃതിക്കും പ്രത്യേകതയുണ്ട്. പക്ഷേ അത് നമ്മുടേത് മാത്രമാണെന്ന് കരുതരുത്. ലോകത്ത് ഈ ടൂറിസം കൊണ്ട് വികസിച്ച പ്രദേശങ്ങളിലെല്ലാം നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ കേരളത്തിന്റെ അതേ കാലാവസ്ഥയാണ്. അതായത് പാശ്ചാത്യര് യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഇപ്പൊ മലേഷ്യയിൽ വലിയൊരു ഭൂപ്രദേശവും ഏതാണ്ട് കേരളത്തിലെ അതേ കാലാവസ്ഥയും ഭൂപ്രകൃതിയുമാണ്. അതേപോലത്തെ പച്ചപ്പും അതേപോലെ കേരളത്തിൽ വളരുന്ന സസ്യജാലങ്ങളും എല്ലാം ഉണ്ട്. ശ്രീലങ്കയ്ക്ക് സമാനതയുണ്ട്. ഉഗാണ്ട പോലുള്ള ചില ആഫ്രിക്കയുടെ മധ്യഭാഗം മുഴുവൻ അങ്ങനെയാണ്. മധ്യ അമേരിക്ക ഏതാണ്ട് അതേ ഭൂപ്രകൃതിയാണ്. ഫിലിപ്പൈൻസ് അങ്ങനെ ആ ഒരു ബെൽറ്റ് മുഴുവൻ, ചൈനയുടെ തെക്കൻ ഭാഗങ്ങൾ ഒക്കെ കേരളത്തിന്റെ ഒരു സമാനമായ ഭൂപ്രകൃതിയാണ്. കരീബിയൻ ദ്വീപുകൾക്ക് പോലും കേരളം പോലെ നിറയെ പച്ചപ്പും എന്നാൽ കുറേയും കൂടെ ക്ലീനായ കടലും കുറേയും കൂടെ സ്ഫടിക തുല്യമായ കടലുകളും മനോഹരമായ ബീച്ചുകളും വെള്ളിമണൽ തീരങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ആ കാലാവസ്ഥ കൊണ്ട് മാത്രം ഇനി ടൂറിസത്തിൽ നമുക്ക് വളരാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മളവിടെ ഏറ്റവും പ്രധാനമായിട്ടും ഇനി നമുക്ക് ടൂറിസത്തിൽ ഉപയോഗപ്പെടുത്തേണ്ട ഒന്ന് നമ്മുടെ സംസ്കാരമാണ്, നമ്മുടെ കൾച്ചറാണ്, നമ്മുടെ പൈതൃകമാണ്, നമ്മുടെ ഭക്ഷണ വൈവിധ്യം, നമ്മുടെ ആർക്കിടെക്ചർ, കെട്ടിട നിർമ്മാണം, നമ്മളുടെ കലാരൂപങ്ങൾ, നമ്മുടെ ജീവിത ശൈലി, ലൈഫ് സ്റ്റൈൽ. ഈ 4 മേഖലകളെ ആർക്കൈവ് ചെയ്യാൻ, അതിനെ ഷോക്കേസ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായും ടൂറിസത്തിന്റെ വലിയ സാധ്യതയുണ്ട്. അതായത് അതിനുവേണ്ടി ഒരു പ്രത്യേക ഒരു വലിയൊരു ഇവന്റ് മാത്രമല്ലെന്ന ചുരുക്കം. ഇപ്പൊ നമ്മുടെ ഗ്രാമങ്ങളിലെ ഓരോ വീടും ഒരു പാശ്ചാത്യ ടൂറിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഓരോ അത്ഭുതങ്ങളാണ്. അതാണ് ഞാൻ ഈ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന കാര്യം. ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിലെ ഒരു ദിനത്തിന്റെ ചിട്ടകൾ പോലും, അവിടെ നടക്കുന്ന അടുക്കളയിൽ നടക്കുന്ന പ്രോസസ്സ്, ഓരോ ആളുകളുടെയും ജീവിതചര്യ, ആ ഗ്രാമത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ, ഇതൊക്കെ ഒരു യൂറോപ്യൻ ടൂറിസ്റ്റിനോ ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർക്കോ വിചിത്രമാണത്. ഉദാഹരണത്തിന് ഇപ്പൊ സ്വിറ്റ്സർലൻഡിലെ ഒരു ഫാം ഹൗസ് നടത്തുന്ന ഒരു കുടുംബം, ഒരു കപ്പിള്, ഭാര്യയും ഭർത്താവും കൂടി ഒരു ഫാം നടത്തുന്നു. 10-20 വലിയ പശുക്കളുള്ള വലിയൊരു ഫാം. ആൽപ്സിന്റെ ചെരുവിലെ മനോഹരമായ പുൽമേടുകളിൽ പശുക്കളെ തീറ്റി വളർത്തി അതിന്റെ പാല് കൊണ്ട് ഉപജീവനം നടത്തുന്ന ഒരു ഗ്രാമീണരുണ്ടെന്നിരിക്കട്ടെ. നമ്മൾ സ്വിറ്റ്സർലൻഡിൽ പോയാൽ ആ ഫാം ഹൗസിലെ അവരുടെ ഗസ്റ്റ് ഹൗസിൽ അതിഥിയായിട്ട് താമസിക്കാൻ നമ്മൾ ഇഷ്ടപ്പെടും. എനിക്കിഷ്ടമാണ്. ധാരാളം ആളുകൾ അങ്ങനെ താമസിക്കുന്നുണ്ട്. അപ്പം ആ നാടുകളിൽ അത്തരം ആളുകൾ അവിടെ താമസിക്കുന്നത് പോലെ തന്നെയാണ് അവിടെ നിന്നുള്ള ഒരാൾക്ക് നമ്മുടെ നാട്ടിൽ വീട്ടിൽ വന്ന് താമസിക്കുന്നത്. നമ്മുടെ വീട്ടിലെ ചിട്ടകൾ, നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുന്ന രീതി, ഇതൊക്കെ ഡെമോൺസ്ട്രേഷൻ നടത്താൻ കഴിയുന്ന പുതിയ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ തന്നെയാണ്. ഒപ്പം നമ്മുടെ ആയുർവേദത്തിന്റെ ചില ചിട്ടകള്, ഇപ്പൊ ഭക്ഷണം ഉണ്ടാക്കുന്നത് തന്നെ. ഇപ്പൊ ഉദാഹരണത്തിന്
നമുക്ക് നാടൻ ഭക്ഷണ വൈവിധ്യം ധാരാളം ഉണ്ടായിരുന്ന ഒരു നാടാണ്. അതിൽ പലതും ഇപ്പോൾ ഇല്ലാതായി പോയി. അതിനെ ഒന്ന് അവതരിപ്പിക്കേണ്ടതുണ്ട്. ഇപ്പോ നാട്ടും പുറത്ത് ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ പനങ്കഞ്ഞി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. പണ്ട് ദാരിദ്ര്യം ഉണ്ടായിരുന്ന കാലത്ത് ഉപയോഗിച്ചിരുന്ന സാധനമാണ്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, പനങ്കഞ്ഞി ഉണ്ടാക്കുന്നത് പനയുടെ തടിയിൽ നിന്നാണ്. ആ തടി കൊത്തി അരിഞ്ഞ് അതിന്റെ പൊടിയെടുത്ത് അതിന്റെ നൂറെടുത്ത് അത് ഫിൽട്ടർ ചെയ്ത് പ്രോസസ്സ് ചെയ്ത് അതുകൊണ്ട് ഒരു പുഡിങ് പോലൊരു സാധനം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഒരു ജെല്ലി പോലൊരു സാധനമായിട്ട് മാറുന്നു. അത് കറിയൊക്കെ കൂട്ടി കഴിക്കുന്നു. ഇത് ഒരു ദിവസം വൈകുന്നേരം ഈ തടിയാ പ്രദർശിപ്പിക്കുന്നത് വരുന്ന ഗസ്റ്റിന് നാളത്തെ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കില്ല. പക്ഷെ ആ പ്രോസസ്സിന്റെ ഭാഗമായി ഇവരെയും കൂടെ പങ്കെടുപ്പിക്കുമ്പോൾ അവർ ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കാത്തിരിക്കും. അവരും ആ പ്രോസസ്സിന്റെ ഭാഗമാകും. ഒരു 2 ദിവസത്തെ ആക്ടിവിറ്റിയാണത്. ഇതൊരു സായിപ്പിനും ലോകത്ത് വേറെ കിട്ടില്ല. അപ്പോ ഇത്തരത്തിലുള്ള നിരവധി ആക്ടിവിറ്റികൾ ഓരോ വീട്ടിലും നടത്താം. ഇപ്പൊ രാവിലെ ഒരാളേറ്റ് ഈ മധ്യ കേരളത്തിൽ പോലും ഒരു റബ്ബർ കൃഷി നടത്തുന്ന ഒരു കർഷകന്റെ വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ, അവരുടെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കുകയാണെങ്കിൽ ഇയാളോടൊപ്പം പുലർച്ചെ എഴുന്നേറ്റ് റബ്ബർ ടാപ്പ് ചെയ്യാൻ പോകണം. ഒരു സായിപ്പും കണ്ടിട്ടില്ല റബ്ബർ ടാപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്. അവർ ടയർ ഉപയോഗിക്കുന്നുണ്ട്, റബ്ബർ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇത് എങ്ങനെയാണ് ഒരു പ്രോഡക്റ്റായി മാറുന്നതെന്ന് അവർക്കറിയില്ല. അപ്പൊ അവരെ പുലർച്ചെ വിളിച്ചെഴുന്നേൽപ്പിച്ച് മരത്തിലെ ടാപ്പ് ചെയ്യുന്നതും റബ്ബർ കറ കളക്ട് ചെയ്യുന്നതും അത് ഷീറ്റ് ആവുന്നതും പിന്നെ അത് പ്രോസസ് ചെയ്യുന്നതും ഇതെല്ലാം കഴിഞ്ഞ് വേണമെങ്കിൽ വൈകിട്ട് MRF മറ്റോ കൊണ്ടുപോയി ടയറായി മാറുന്നതും കൂടെ കാണിച്ചേക്കണം. അതോടെ ചേർന്ന് ഒരു പാക്കേജ് ടൂർ ആക്കി മാറ്റുക. ഇങ്ങനെയാണ് ലോകത്തെല്ലാം പുതിയ കാലത്ത് ടൂറിസം നടക്കുന്നത്. ഞാൻ തായ്ലൻഡിൽ പോയി ഒരിക്കല് ഒരു പാക്കേജ് ടൂറിൽ വില്ലേജ് ടൂർ എന്ന് പറഞ്ഞിട്ടൊരു ടൂറിൽ പങ്കെടുത്തത്. ഞാൻ പോകുമ്പോഴൊക്കെ ഇത്തരം വില്ലേജുകൾ കാണാൻ ശ്രമിക്കും. ഈ വില്ലേജ് ടൂർ ചെന്ന് കൂടിയിട്ട് ഞാൻ അബദ്ധത്തിൽ പെട്ടുപോയി. അതിൽ ഞാൻ ഒഴികെ ബാക്കിയെല്ലാം പാശ്ചാത്യ ടൂറിസ്റ്റുകളാണ്. ഇവരാദ്യം കൊണ്ടുപോകുന്ന ഈ പറഞ്ഞ പോലെ തന്നെ ഒരു റബ്ബർ തോട്ടത്തിലേക്കാണ്. റബ്ബർ ടാപ്പ് ചെയ്യുന്നത് എങ്ങനെ, റബ്ബർ ഷീറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ് ഉച്ച വരെ പഠിപ്പിക്കുന്നത്. ഇത് സ്ഥിരം ചെയ്ത് മടുത്ത് വേറെ പണിക്കിറങ്ങിയതാണ് ഞാൻ. അപ്പൊ എന്നെയാണ് കൊണ്ടുപോയിട്ട് ഇത് കാണിക്കുന്നത്. മരങ്ങാട്ടുപള്ളി റബ്ബറിന്റെ കൂട്ടിൽ നിന്നാണ് ഞാൻ ചെന്നിട്ട് ഇത് എങ്ങനെയാണ് റബ്ബർ ഉണ്ടാക്കുന്നതെന്ന് പഠിച്ചിട്ട് പോരേണ്ടി വന്നത്. അപ്പൊ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്തരം കാര്യങ്ങൾക്ക് സായിപ്പ് ഈ ഓരോ തുള്ളി റബ്ബർ പാലിൽ നിന്ന് എങ്ങനെ ടയറായി മാറുന്നു എന്നുള്ളത് ഇവരെ അത്ഭുതത്തോടെ കാണുന്നത്. വാവ്, വണ്ടർഫുൾ എന്ന് പറഞ്ഞത്. കാരണം അവർക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത ഇതുപോലെ നമ്മുടെ ഗ്രാമത്തിൽ എന്തെല്ലാം ആക്ടിവിറ്റി, വീടുകളിൽ നടക്കുന്ന ഭക്ഷണത്തിന്റെ പ്രോസസ്സിങ് മുതല് ഇവർക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത പല പ്രോസസ്സിലൂടെയാണല്ലോ നമ്മുടെ പല ഭക്ഷ്യപദാർത്ഥങ്ങളും ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ജീവിതചര്യകൾ ഉണ്ടാകുന്നത്. വീട് മേയുന്ന രീതികൾ, പണ്ട് മുതല് ഓല മെടയുന്ന രീതികള്, തെങ്ങ് ചെത്തുന്ന രീതികള്, ഇങ്ങനെ അതിൽ നിന്ന് കള്ള ഉൽപ്പാദിപ്പിക്കുന്നത്, അത് പ്രോസസ് ചെയ്യുന്നത്, അത് ഷാപ്പിൽ പോയി അതൊരു സാംസ്കാരിക കേന്ദ്രമായി മാറുന്നത്, ഇതെല്ലാം ടൂറിസത്തിന്റെ ഇൻഗ്രീഡിയൻസ് ആണ്. ഇതിനെ നമ്മളൊന്ന് പ്രോസസ് ചെയ്യണം. നമ്മുടെ ടൂറിസത്തിന്റെ വീക്ഷണം തന്നെ അലകും പിടിയും മാറ്റണം. വിപ്ലവകരമായ മാറ്റം ടൂറിസത്തിൽ കൊണ്ടുവന്നാൽ ഇനിയത്തെ കാലത്ത് വിജയിക്കൂ. നമുക്കറിയാം പണ്ടൊക്കെ നല്ല സ്റ്റാർ ഹോട്ടലുകൾ വേണ്ടിയിരുന്നു. കാരണം എന്താണ്, നമുക്ക് സ്റ്റാർ ഹോട്ടലുകളെ ആകർഷകമായിരുന്നു അന്നൊക്കെ. ഇത് നമ്മൾ പ്രതീക്ഷിക്കണം, ഈ വരുന്ന ഓരോ ടൂറിസ്റ്റും വിമാനത്തിൽ കയറി ഇവിടം വരെ വരാൻ അവന് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവൻ അത്യാവശ്യം സ്റ്റാർ ഹോട്ടലിന് തുല്യമായ വീട്ടിലാണ് താമസിക്കുന്നത്. അവനെ എന്താണ് അത്ഭുതപ്പെടുത്താൻ പോകുന്നത് ഇവിടെ? അപ്പൊ അതൊന്നും അല്ല അവനെ അത്ഭുതപ്പെടുത്തുന്നത്. അവനും ദുബായ് പോലുള്ള ഒരു നഗരത്തിൽ നിന്ന് കേരളത്തിൽ വന്ന് എന്താണ് അവനെ അത്ഭുതപ്പെടുത്തുക? അതിന്റെ കോൺട്രാസ്റ്റ് മാത്രമേ അവനെ അത്ഭുതപ്പെടുത്തൂ. അതിന്റെ കോൺട്രാസ്റ്റ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിതം, ഇവിടുത്തെ ഈ പറഞ്ഞ സംസ്കാരം, നമ്മുടെ ലൈഫ് സ്റ്റൈല്, നമ്മുടെ ആർക്കിടെക്ചർ, നമ്മുടെ കൾച്ചർ, നമ്മുടെ പെർഫോമൻസുകള്, ഗ്രാമീണമായ ബന്ധങ്ങള്, ഊഷ്മളതകള്. ഇവർക്ക് അവിടെ സൈക്കിളുകൾ കൊടുത്താൽ മതി. അവരാ സൈക്കിളെ പോയി അന്വേഷിച്ച് തേടി കണ്ടുപിടിച്ച് പോയിക്കോളും. മാപ്പുകൾ അടിക്കുക, ധാരാളം മാപ്പുകൾ ഉണ്ടാക്കുക, ചൂണ്ടുപലകകൾ ഗ്രാമങ്ങളിൽ സ്ഥാപിക്കുക, അവർക്ക് സ്വയം എക്സ്പ്ലോർ ചെയ്യാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി ഇട്ടുകൊടുക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് ടൂറിസത്തെ മറ്റൊരു ലെവലിലേക്ക് മാറ്റണം. കേരളത്തിന്റെ ഓരോ ഗ്രാമവും ടൂറിസത്തിലൂടെ വരുമാനം നേടണം. ഓരോ വീട്ടിലേക്കും പൈസ കിട്ടണം. നമ്മുടെ മലയാളികൾ ടൂറിസത്തിന്റെ ഒരു എതിർപ്പുള്ളവരായി മാറിയതിന്റെ കാര്യം, ഈ ടൂറിസം കൊണ്ടുള്ള ഗുണം നമ്മൾ സാധാരണക്കാർക്കൊന്നും ഇല്ല എന്ന് ഇവർ തെറ്റിദ്ധരിച്ചു പോയി. അവര് കരുതുന്ന ഏതോ റിസോർട്ട് മുതലാളിക്ക് കുറെ അധോലോകക്കാർക്ക് കിട്ടുന്ന പൈസ മാത്രമാണ് ടൂറിസത്തിന്റെ വരുമാനം. അല്ലാതെ ഇത് എനിക്കെന്ത് ഇതുകൊണ്ട് ഗുണം എന്നുള്ള ചിന്തയായിപ്പോയി. ഇത് ഓരോ വ്യക്തിക്കും ഇതിലൂടെ പൈസ ഉണ്ടാക്കാൻ കഴിയുമെന്ന് ദിവസം ഒരു 3000-4000 രൂപ ഒരു മുറി ഉണ്ടാക്കിയിട്ടാൽ, വീടിനോടനുബന്ധിച്ച് ഒരു ചെറിയൊരു ഔട്ട് ഹൗസ് പണിതിട്ടാൽ
ദിവസം 2000-3000 രൂപ ഉണ്ടാക്കാൻ കഴിയുമെന്നും ഓരോ വ്യക്തിക്കും ഇതിങ്ങനെ ചെയ്യുന്ന നിരവധി രാജ്യങ്ങളുണ്ട് ലോകത്ത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോയി ഇത്തരത്തിലുള്ള ഗ്രാമങ്ങളിലെ ചെറു വീടുകളുടെ മുറ്റത്തിട്ട കയറുകട്ടിലുകൾ വാടകയ്ക്കെടുത്ത് ഞാൻ താമസിച്ചിട്ടുണ്ട്. അതിന് $100 ഒരു രാത്രി ആകാശം നോക്കി നമ്മൾ ഈ കയറ്റുകെട്ടിലെ മുറ്റത്ത് കിടക്കുന്നതിന് കൊടുക്കുന്നത്. കാരണം ആ മുറ്റത്ത് കിടക്കാനും ആ ഗ്രാമത്തെ അനുഭവിക്കാനും അത്രയും പൈസ കൊടുക്കണം. അവരുടെ പ്രൊട്ടക്ഷനിലാണ് നമ്മൾ കിടക്കുന്നത്. അപ്പൊ വ്യത്യസ്തമായ അനുഭവങ്ങളാണ് മനുഷ്യൻ ഇന്ന് വേണ്ടത്. അത് ക്യാമ്പിംഗ് ടൂറുകൾ വരെ ആവാം. ചെറിയൊരു കൂടാരം ടെന്റ് അടിച്ച് മുറ്റത്ത് ടെന്റ് അടിച്ച് കൊടുത്ത് ഒരു ക്യാമ്പ് ഫയർ കൂടെ കൊടുത്താൽ പോലും അവിടെ കിടന്നുള്ള ആളുകൾ. സേഫ്റ്റി ഉണ്ടാക്കി കൊടുത്താൽ മാത്രം മതി. തീർച്ചയായും എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. ശ്രീമതി സുജാ സൂസൻ ജോർജിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ആശംസകളും നേരുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.